നമസ്കാരം. ഉയർന്ന ഒട്ടേറെ സംശയങ്ങൾക്ക് നേരെ നീണ്ട മൗനം ദീക്ഷിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ കുറെ കണക്കുകളുമായി രംഗത്തു വന്നു. ഈ വർഷം ആദ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10.58 ലക്ഷത്തിലധികം വോട്ടുകൾ എണ്ണുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ വിശദമായ സ്ഥിതി വിവരണ കണക്ക് റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 5,35,825 തപാൽ വോട്ടുകളും 5,22,513 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വോട്ടുകളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകളുടെ സമഗ്രമായ സൈറ്റിന്റെ ഭാഗമായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 97.97 കോടിയിലധികം പൗരന്മാർ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2019 ഇത് 91.19 കോടിയിലധികമായിരുന്നു. 7.43 കോടി വർധനയാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ 64.64 കോടി പേർ 2024 വോട്ട് ചെയ്തു. പോൾ ചെയ്ത വോട്ടുകളിൽ 63.89 കോടിയും സാധുവാണ്. തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 3 വോട്ടുകൾ പ്രോക്സി വോട്ടുകളാണെങ്കിൽ 9,634 ടെൻഡർ വോട്ടുകളാണ്. അതായത് യഥാർത്ഥ വോട്ടർമാരുടെ പേരിൽ ആൾമാറാട്ടക്കാർ വോട്ട് ചെയ്ത സംഭവങ്ങളും പരാതികളും ഉണ്ടായിട്ടുണ്ട്. ഗുജറാത്തിലെ സൂറത്ത് പാർലമെന്റ് മണ്ഡലം മാത്രമാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആകെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 10,51,016 ആയിരുന്നു. ഒരു പോളിംഗ് സ്റ്റേഷനിലെ ശരാശരി വോട്ടർമാരുടെ എണ്ണം 930. 40 പോളിംഗ് സ്റ്റേഷനുകളിൽ റീപോളിംഗ് നടന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 12,459 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചപ്പോൾ പത്രിക തള്ളുകയും പിൻവലിക്കുകയും ചെയ്തതിനെ തുടർന്ന് 8,360 പേർ മാത്രമാണ് മത്സരിക്കാൻ യോഗ്യത നേടിയത്. മത്സരിച്ചവരിൽ 7,190 സ്ഥാനാർത്ഥികൾക്ക്, അതായത് 86% പേർക്ക് പോൾ ചെയ്ത വോട്ടിന്റെ 1/6 വോട്ടുകൾ നേടാനാകാതെ കെട്ടിവെച്ച കാശ് നഷ്ടമായി. 3,921 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നതിൽ 7 പേർക്ക് മാത്രമാണ് വിജയിക്കാനായത്. 279 വനിതാ സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ ആരും വിജയിച്ചില്ല. 2019 726 അപേക്ഷിച്ച് 2024 വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം 800 ഉയർന്നപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം 2019 43.85 കോടിയിൽ നിന്ന് 2024 47.63 കോടിയായി ഉയർന്നു. ശതമാനക്കണക്കിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം 65.55% നിന്ന് 65.78% ഉയർന്നു. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം 6 ദേശീയ പാർട്ടികൾ മൊത്തം സാധുവായ വോട്ടുകളുടെ 63% വിഹിതം നേടി. ഭാരതീയ ജനതാ പാർട്ടി, കോൺഗ്രസ്, ബഹുജൻ സമാജ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ആം ആദ്മി പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നിവയാണ് അവ. 6 അംഗീകൃത ദേശീയ പാർട്ടികൾ കൂടാതെ 47 അംഗീകൃത സംസ്ഥാന പാർട്ടികളും 690 അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇത്രയും കണക്കുകൾ പുറത്തു വന്നിട്ടും വോട്ട് ചെയ്തതും എണ്ണിയതും തമ്മിൽ 79 മണ്ഡലങ്ങളിൽ വന്ന പൊരുത്തക്കേടിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ മൗനം തുടരുകയാണ്.